നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിനിമാ സീരിയൽ താരം വിഷ്ണു പ്രസാദ് അന്തരിച്ചു. കരൾ രോഗത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും. കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നുവെങ്കിലും ചികിത്സയ്ക്കായുള്ള ഭീമമായ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം. നടൻ കിഷോർ സത്യയാണ് മരണവിവരം തന്റെ സമൂഹ മാധ്യമ പേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. കാശി, കയ്യെത്തും ദൂരത്ത്, റൺവേ, മാമ്പഴക്കാലം, ലയൺ, ബെൻ ജോൺസൺ, ലോകനാഥ് IAS, പതാക, മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച താരമാണ് വിഷ്ണു പ്രസാദ്. സീരിയൽ രംഗത്ത് സജീവമായിരുന്നു. താരത്തിന് അഭിരാമി, അനനിക എന്നിങ്ങനെ 2 പെൺമക്കളുമാണ് ഉള്ളത്. കരൾ രോഗത്തെ തുടർന്ന് സിനിമാ സീരിയൽ താരം വിഷ്ണു പ്രസാദ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് എന്ന വാർത്തയാണ് കഴിഞ്ഞ ആഴ്ച നമ്മെ തേടിയെത്തിയത്. എന്നാൽ ഉടനെ തന്നെ മരണവിവരവും എത്തിയിരിക്കുകയാണ്. മരുന്നുകൊണ്ട് രോഗം ഭേദമാക്കാത്ത അവസ്ഥയിൽ വിഷ്ണു പ്രസാദിന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തേണ്ടി വരും. ഇതിനായി പണം കണ്ടെത്താനുള്ള ശ്രമം തുടങ്ങിയിരിക്കുകയായിരുന്നു സഹപ്രവർത്തകർ എന്ന വാർത്തയായിരുന്നു ആദ്യം വന്നത്. ചികിത്സയ്ക്കായി 30 ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. വിഷ്ണു പ്രസാദിന്റെ മകൾ താരത്തിന് കരൾ ദാനം ചെയ്യാൻ തയ്യാറായിരുന്നു. എങ്കിലും എല്ലാം ഒരു നിമിഷം കൊണ്ട് മാറി മറിയുകയായിരുന്നു. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി വരുന്ന തുക സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം. സീരിയൽ താരങ്ങളുടെ സംഘടനയായ ആത്മ അടിയന്തര സഹായമായി ഒരു തുക നൽകിയിരുന്നു. വിഷ്ണു പ്രസാദിന്റെ കുടുംബത്തിന്റെ സമ്മതത്തോടുകൂടി ആത്മയിലെ അംഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടി തുക സമാഹരിക്കാൻ ഒരുങ്ങുകയാണെന്നായിരുന്നു വൈസ് പ്രസിഡന്റ് മോഹൻ ഐരൂരും നടൻ കിഷോർ സത്യയും ഒക്കെ തന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ഒരു ശ്രമം വിഫലമാവുകയായിരുന്നു. അഭിരാമി, അനനിക എന്നീ 2 പെൺമക്കളാണ് അച്ഛന താങ്ങും തണലുമായി നിന്നിരുന്നത്. നടൻ വിഷ്ണു പ്രസാദിന്റെ അസുഖ വിവരം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ സഹോദരി ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ അറിയുകയുള്ളൂ. വിഷ്ണു പ്രസാദിന് കരൾ മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ മകൾ കരൾ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചികിത്സയ്ക്കായി വലിയൊരു തുക വേണ്ടിവരും. നമ്മുടെ സംഘടനയായ ആത്മയ്ക്ക് വളരെ ചെറിയ തുകയെ സഹായിക്കാൻ കഴിയൂ. ഞങ്ങളുടേത് ഒരു ചെറിയ സംഘടനയാണ്, വലിയ ഫണ്ടുള്ള സംഘടനയല്ല എന്നും കിഷോർ സത്യ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. നിരവധി സിനിമകളിൽ ഒക്കെ തന്നെ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. മാമ്പഴക്കാലം സിനിമയിൽ മോഹൻലാലിന്റെ അനുജനായി അഭിനയിച്ചിരുന്നു. നിരവധി സീരിയൽ സിനിമ രംഗത്തൊക്കെ തന്നെ സജീവമായിരുന്നു. മുമ്പൊരു അഭിമുഖത്തിൽ സീരിയൽ വിശേഷങ്ങളെ കുറിച്ച് പറഞ്ഞ വിഷ്ണുവിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടുകയാണ്. 23 വർഷത്തോളമായി സീരിയലിൽ തന്നെയാണ്. പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ അഭിനയിക്കണമെന്ന മോഹമായിരുന്നു. സംസ്കൃത നാടകത്തിൽ അഭിനയിച്ച ശേഷമാണ് അഭിനയിക്കണമെന്ന മോഹം ഉദിച്ചത്. സീരിയലുകളിൽ വില്ലൻ കഥാപാത്രങ്ങൾ തുടർന്ന് വന്നു. സ്ത്രീ എന്ന സീരിയലിലെ വില്ലൻ വേഷത്തിന് ശേഷം വരുന്നതെല്ലാം വില്ലൻ കഥാപാത്രങ്ങൾ ആയിരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് വിനയൻ സാറിന്റെ കാശി എന്ന തമിഴ് സിനിമ ചെയ്യുന്നത്. മലയാളത്തിലെ വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും എന്ന സിനിമയുടെ തമിഴ് പതിപ്പ്. അങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. വില്ലൻ വേഷങ്ങൾ ചെയ്യുന്നത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. സീരിയൽ അല്ലേ ചേച്ചി എന്ന് പറയും. നല്ല വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യാനാണെങ്കിൽ ഓക്കെ, വെറുതെ ഡയലോഗ് പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ല. സീരിയലിന് അങ്ങനെ ഒരു ശാപമുണ്ട്. വെറുതെ വന്ന് പോകുന്ന വേഷങ്ങൾ ഒരുപാട് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. വേറിട്ട് കിട്ടിയ സ്ത്രീപദം എന്ന സീരിയലാണ് ഉള്ളത്. അത് നല്ല അംഗീകാരം കിട്ടിയ കഥാപാത്രമാണ്. റൺവേ, മാമ്പഴക്കാലം എന്നീ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ജോഷി സാറുടെ സിനിമകൾ ആയിരുന്നു. നീ ഒന്നുകിൽ സീരിയൽ നിർത്തൂ എന്ന് ജോഷി സാറും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സിനിമകളിൽ അവസരത്തിനായി കാത്തിരിക്കണം. സീരിയൽ തുടർന്നുകൊണ്ടേ ഇരിക്കും. ഇടയ്ക്ക് ഇടവേള എടുത്തു. ദുബായിലായിരുന്നു. റേഡിയോ ജോക്കിയായി പ്രവർത്തിച്ചിരുന്നു. അഭിനയിക്കണമെന്ന മോഹം കൊണ്ട് വീണ്ടും തിരിച്ചു വന്നു. സീരിയൽ നടൻ, സിനിമാ നടൻ എന്നീ വേർതിരിക്കലുണ്ട്. സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് ഇത്. ഒരു ദിവസം സംവിധായകൻ പറയുന്നത് കേട്ടു, വീട്ടിൽ 24 മണിക്കൂറും നിങ്ങളെ കണ്ടുകൊണ്ടേയിരിക്കുന്നു, തിയേറ്ററും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എന്ന് ചോദിച്ചിരുന്നു. നാടകവും സിനിമയും സീരിയലും അടിസ്ഥാനം അഭിനയമാണെങ്കിലും 3 തരത്തിലെ പെർഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നും വിഷ്ണു പ്രസാദ് പറഞ്ഞിരുന്നു. അതേസമയം സീരിയലിലെ പുരുഷന്മാരൊക്കെ പൗരുഷമില്ലാത്തവരാണ് എന്ന് മുമ്പ് വിഷ്ണു പ്രസാദ് പറഞ്ഞിട്ടുണ്ട്. സീരിയലിലെ നടന്മാർക്ക് കിട്ടുന്ന വേഷങ്ങളെല്ലാം വെറും പോഴന്മാരായിട്ടുള്ളതാണ് എന്ന് വിഷ്ണു പറഞ്ഞിട്ടുണ്ട്. സീരിയലിൽ പ്രധാനം സ്ത്രീകളുടെ കഥാപാത്രങ്ങൾക്കാണ്. ഭൂരിഭാഗം സീരിയലുകൾക്കും സ്ത്രീകളാണ് പ്രധാന കഥാപാത്രം. അങ്ങനെയുള്ള കഥാപാത്രം ചെയ്യാൻ താല്പര്യമില്ല എന്ന് നടൻ പറഞ്ഞിരുന്നു. ഒന്നിനെക്കുറിച്ചും പ്രതികരിക്കാത്ത ഭാര്യ പറയുമ്പോൾ മിണ്ടാതെ അകത്തേക്ക് പോകുന്ന ഒട്ടും പൗരുഷമില്ലാത്ത പുരുഷന്മാരെയാണ് സീരിയലുകളിൽ കാണിക്കാറുള്ളത്. പിന്നെയും അമ്മായിയമ്മമാർക്കാണ് സീരിയൽ സ്ഥാനം കൂടുതലുള്ളത്. അവർ പട്ടുസാരിയൊക്കെ ഉടുത്ത് ആഭരണമൊക്കെ ഇട്ട് വരും. അതവർക്ക് കിട്ടുന്ന ചാൻസ് ആണ് എന്നും പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണ വാർത്ത വലിയ രീതിയിൽ തന്നെയാണ് ആളുകൾ എടുത്തിരിക്കുന്നത്. സീരിയലിലൊക്കെ തന്നെ ഏറെ ഇഷ്ടപ്പെട്ട താരം കൂടിയായിരുന്നു. വില്ലനാണെങ്കിൽ പോലും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു അധികവും. എന്തായാലും അദ്ദേഹത്തിന്റെ വേർപാട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്.